ചെകുത്താൻ 38. മുറ്റമടി കഴിഞ്ഞ് തിരികെ റൂമിൽ പോയി. കുളിച്ച് പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ച് ലച്ചു ഇറങ്ങുമ്പോൾ എല്ലാവരും ഹാളിലേക്ക് എത്തിയിരുന്നു. നന്ദു ലച്ചുവിനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. അത് കണ്ട് ലച്ചു അവളെ കണ്ണുരുട്ടി ഒന്ന് നോക്കി. നിന്റെ കവിളിന് ഇതെന്താടി പറ്റിയത്? വല്ലാതെ ചുമന്നു കിടക്കുന്നത് പോലെ. സത്യം പറഞ്ഞാൽ നിന്റെ മുഖത്തിന് എന്തോ ഒരു പ്രത്യേക ഭംഗി. പെട്ടെന്നൊരു ദിവസം കൊണ്ട് നീ വല്ലാതെ അങ്ങ് സുന്ദരിയായ പോലെ. നന്ദുവിന്റെ പറച്ചിൽ കേട്ടുകൊണ്ടാണ് വിമല അങ്ങോട്ട് വന്നത്. അത് മോള് പറഞ്ഞത് ശരിയാണ്. അല്ലെങ്കിലും വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടാകും, വിമല പറഞ്ഞു. എന്റെ മുഖത്തോട്ട് നോക്കിക്കേ വിമലേച്ചി. ഉടനെ ഒന്നുമില്ലെങ്കിലും എന്റെ കല്യാണവും ഏതാണ്ടൊക്കെ ഉറച്ചു. ഞാൻ സുന്ദരിയായോ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരാംവണ്ണം മുഖം പോലും കഴുകാതെയാണ് നന്ദുവിന്റെ ചോദ്യം. എന്റെ മോളെപ്പോഴും സുന്ദരിയാണ്, ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് വിമല അടുക്കളയിലേക്ക് പോയി. എല്ലാവരും ഒരുമിച്ച് കളിച്ചിരികളോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 10 മണിയോടെ ദേവനും വേണുവും കൂടി ജോത്സ്യരെ കാണാൻ പോയി. ഗ്രഹനില ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നാളുകളുടെ പൊരുത്തം നോക്കി ഉത്തമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞുള്ള ഒരു മുഹൂർത്തം കുറിച്ചു നൽകി. തിരികെ വീട്ടിലെത്തി. വിവാഹ തീയതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും ഒരുമിച്ച് ഊണ് കഴിക്കുന്നതിനിടയിൽ ദേവൻ നന്ദുവിനോടായി പറഞ്ഞു, നന്ദു, ഒരു 3 മണിയോടെ നീ റെഡിയാകുക. ഞാനും ശംഖുവും കൂടി നിന്നെ വീട്ടിലാക്കാം. അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണം. കുറച്ച് ദിവസമായി ഇവിടെയുള്ള ഡോക്ടർ വന്നാണ് ഇവന്റെ ഫിസിയോതെറാപ്പി ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നുകൂടി ചെക്കപ്പ് ചെയ്ത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. നന്ദുവിനെ വീട്ടിൽ വിട്ടിട്ട് നേരെ കൊച്ചിയിലേക്ക് പോയി ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് നടത്തണം. മിക്കവാറും ഈ ആഴ്ച അവിടെ തങ്ങേണ്ടി വരും. അടുത്ത ആഴ്ചയെ മടങ്ങാൻ പറ്റൂ. പിന്നെ വല്യച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പച്ചി അവിടെ പോയിട്ട് ഹരിയുടെ അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അവിടെ 1ഉം 2ഉം പറഞ്ഞ് അടിയായി. ഇത്രനാളും ഇവൻ അവിടെ തന്നെയായിരുന്നു. ഇനി എന്തായാലും അവിടെ ചെന്ന് അച്ഛനെയും അമ്മയെയും ഒന്ന് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് പറ്റുമെങ്കിൽ അവരെയും കൂട്ടി വിവാഹത്തിന് വരണം, ദേവൻ ഹരിയോടായി പറഞ്ഞു. അത് കേട്ട് ഇത്രനേരം സന്തോഷത്തോടെ ഇരുന്ന ലച്ചുവിൻ്റെ മുഖം മങ്ങി. എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ലച്ചു, മോളും ഞങ്ങളുടെ ഒപ്പം പോരുന്നെങ്കിൽ പോന്നോ? അവളുടെ മുഖത്തെ സങ്കടം കണ്ട് ശംഖു പറഞ്ഞു. ഇനിയിപ്പോൾ 2 ആഴ്ചയല്ലേ ഉള്ളൂ വിവാഹത്തിന്. അതിനിടയിൽ കൊച്ചിനെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും യാത്ര ചെയ്യിക്കണ്ട. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളും ഇങ്ങി വരില്ലേ? അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ മോളെ? വേണു ലച്ചുവിനോട് ചോദിച്ചു. മതിയെന്ന രീതിയിൽ ചെറിയ പുഞ്ചിരിയോടെ അവൾ തലയാട്ടി. എങ്കിലും എല്ലാവരും പോകുന്നത് ഓർത്തപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് വിഷമം തോന്നി. രാവിലെ തനിച്ച് ലച്ചുവിനെ കയ്യിൽ കിട്ടിയതല്ലാതെ പിന്നീട് അവളെ തനിച്ച് കാണാനോ സംസാരിക്കാനോ ദേവന് പറ്റിയതേയില്ല. എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങിയതും തറവാട്ടിൽ പിന്നെ ലച്ചുവും വേണുവും വിമലയും മാത്രമായി. ഓഫീസ് റൂമിൽ ജഗന്റെ വളരെ അടുത്ത് തന്നെ ഇരുന്ന് അവൻ്റെ നഗ്നമായ നെഞ്ചിലൂടെ കൈകൾ പായിക്കുകയാണ് ആനി. എന്നാൽ അവൻ അവളെ ശ്രദ്ധിക്കുന്നേയില്ല. നിന്റെ വിഷമം എനിക്കറിയാം. അത്രയും നീ ആശിച്ചതാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ, നമ്മുടെ കൈവിട്ടുപോയി. നമുക്ക് എത്തിപ്പിടിക്കാവുന്നതിലും ഒരുപാട് ഉയരത്തിലാണ് ആ പെണ്ണിപ്പോൾ. എങ്കിൽ പിന്നെ വിട്ടുകളഞ്ഞേരെ. ആനി പറഞ്ഞു നിർത്തിയതും ദേഷ്യത്തോടെ ജഗൻ അവളുടെ കൈ തട്ടിമാറ്റി. ഇല്ല ആനി, അവളെ എനിക്ക് അറിയണം. അവളെ എനിക്ക് അനുഭവിക്കണം. അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ അതുപോലെ തന്നെ ഞാൻ അവനെയും നോക്കുന്നുണ്ട്. സ്കൂളിലേക്കും തറവാട്ടിലേക്കും പെണ്ണിനെ കൊണ്ടുവന്നതൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ അതിനെല്ലാം മുൻപ് തന്നെ അവൻ അവളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു. അവൻ്റെ അംഗരക്ഷകർ അവരെക്കാൾ മുന്നിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം സുരക്ഷിതമാണെന്ന് അവർ ഉറപ്പുവരുത്തിയിരുന്നു. ആ സ്കൂളിലും തറവാട്ടിലും പോലും നമ്മൾ അറിയാതെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എത്ര നാൾ അവനിങ്ങനെ അവളെ പൊതിഞ്ഞു പിടിക്കും? വലിയൊരു ബിസിനസ്മാൻ, അനിയനെന്ന് വെച്ചാൽ ജീവനായവൻ. അതുപോലെ തന്നെ അവന് വേണ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്. ഇവളെ മാത്രം നോക്കിയിരുന്നാൽ പോരല്ലോ. പക്ഷെ എനിക്ക് അവളെ മാത്രമേ നോക്കാനുള്ളൂ. അവളെ മാത്രമേ നേടാനുള്ളൂ. കണ്ണിൽ എണ്ണയൊഴിച്ച് ഞാൻ കാത്തിരിക്കുകയാണ്. അവൻ്റെ കണ്ണ് അവളിൽ നിന്ന് മായുന്ന ഒരു നിമിഷത്തിനായി. ആ നിമിഷം തന്നെ ഞാൻ അവളെ അവൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തിരിക്കും.
ഒരു രാത്രി, ഒരു രാത്രിയെങ്കിലും എൻ്റെ ഒപ്പം അവൾ ഉറങ്ങിയിരിക്കും. അവളെ ഞാൻ അറിഞ്ഞിരിക്കും. അതിന് ശേഷം അവൻ കൊണ്ടുപോയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ആ തറവാട്, അതെനിക്ക് വേണം. അത് അവളിൽ നിന്ന് എഴുതി മേടിക്കണം. അവളോടൊരു 10 മിനിറ്റിന് സംസാരിക്കാനുള്ള സന്ദർഭം കിട്ടിയാൽ മതി. അവളെ എങ്ങനെ ആ തറവാട്ടിൽ നിന്ന് പുറത്തെത്തിക്കണമെന്ന് എനിക്കറിയാം. അതിനായി കാത്തിരിക്കുകയാണ് ഞാൻ. പെട്ടെന്ന് ജഗന്റെ ഫോൺ ശബ്ദിച്ചു. സാർ, അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ബെൻസ് കാറാണ്. പക്ഷെ സാറിന്റെ പെണ്ണില്ല. മറ്റേ കൊച്ചുണ്ട്. അതിനെ അതിന്റെ വീട്ടിലാക്കാൻ പോവുകയാണ് എന്ന് തോന്നുന്നു. അത് കേട്ടതും ജഗന്റെ കണ്ണുകൾ കുറുകി. മുഖത്ത് ക്രൂരമായ ഭാവം നിറഞ്ഞു. യാത്ര ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടതും ദേവന്റെ ഫോൺ ബെല്ലടിച്ചു. സാർ, ഞങ്ങളെ പാസ് ചെയ്ത് ഒരു ലോറി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിലെ ഡ്രൈവർ അത് മറ്റവന്റെ ആളാണ്. നമ്പർ പ്ലേറ്റ് വ്യാജമാണ്. എന്തോ പന്തികേടുണ്ട്. സാറൊന്ന് കാറ് ചേഞ്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ദേവന്റെ അംഗരക്ഷകരിൽ ഒരാൾ, അവർക്ക് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മുന്നേ പോയവരിൽ ഒരാൾ. നിമിഷങ്ങൾക്കകം തന്നെ മറ്റൊരു കാർ ദേവന്റെ അരികിലേക്ക് വന്നു നിന്നു. ദേവനും നന്ദുവും ശംഖുവും ഹരിയും അതിലേക്ക് കയറി. ഒപ്പം തന്നെ ദേവൻ റൂട്ട് തിരിച്ചുവിടുകയും ചെയ്തു. എടാ, ദേ മറ്റേ കാർ. പക്ഷെ അത് നിർത്തിയിട്ടിരിക്കുകയാണല്ലോ. ആരുമില്ലല്ലോ അതിനകത്ത്. നല്ല സ്പീഡിൽ കാറിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്ന ലോറിയുടെ വേഗത പതിയെ കുറഞ്ഞു. ഇറങ്ങി നോക്കണോടാ, ഡ്രൈവർ അടുത്തിരിക്കുന്നോട് ചോദിച്ചു. വേണ്ട വേണ്ട, വെട്ടിച്ചിട്ട് പോകാം. അവർക്കെന്തോ ഡൗട്ട് കുടുങ്ങിയെന്ന് തോന്നുന്നു. അതല്ലേ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടവർ കടന്നു കളഞ്ഞത്. അതും പറഞ്ഞ് അവർ ലോറിയുടെ വേഗത കൂട്ടി. പെട്ടെന്ന് തന്നെ അവിടെ ആകെ വെടിയൊച്ചകൾ മുഴങ്ങി. ലോറിയുടെ 4 ടയറുകളിലേക്കും തുരുതുരെ വെടിയുണ്ടകൾ തുളഞ്ഞു കയറി. ആരോ 2 പേർ വന്ന് അവരെ കീഴ്പ്പെടുത്തി ദേവന്റെ ഗോഡൌണിലേക്ക് അവരെ കൊണ്ടുപോയി. ഏട്ടാ, എന്താ ഏട്ടാ പ്രശ്നം? ആരാ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കിയത്? ആ ജഗനാണോ? ശംഖു ചോദിച്ചു. മറുപടിയായി ശക്തമായൊരു മൂളലായിരുന്നു ദേവൻ. അവന്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. എനിക്കൊരെതിരാളിയേ അല്ല അവൻ. അതുകൊണ്ടാണ് കൈയും കാലും ഒടിച്ച് ആശുപത്രിയിലാക്കി അവിടം കൊണ്ട് നിർത്തിയത്. ഇനി അവന് മാപ്പില്ല. എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കിയവൻ, എൻ്റെ പെണ്ണിൻ്റെ മേൽ നോട്ടമിട്ടവൻ. ഇനി അവൻ്റെ തകർച്ചയാണ്, ദേവൻ മനസ്സിൽ ഓർത്തു. വായിക്കുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. തുടരും.